ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അസ്ഹാബിനെയും എന്ന ശത്രുക്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് അവരോട് പ്രതിരോധം തീർക്കുക എന്ന നിലക്ക് മദീനയിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബും ബദറിൽ എത്തി സായുധരായ സജ്ജരായ ശത്രു സൈന്യത്തിനോട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ക്ഷീണിതരായ ആയുധങ്ങളും മറ്റു വാഹനങ്ങളും എല്ലാം കുറവുണ്ടായിട്ടും അവരുടെ ആ ശക്തമായ ഈമാൻ കൊണ്ടും തവക്കുൽ കൊണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദറിലെത്തിയ സ്വഹാബത്തൊക്കെ ക്ഷീണിച്ച് പരിശുദ്ധ റമദാനിലാണല്ലോ, റമദാൻ 17-ാം രാവ്, ഹിജറ 2-ാം വർഷം. ആ 2-ാം വർഷം തന്നെയാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയത്, ഫറളാക്കിയത്. മഹാന്മാരായ സ്വഹാബത്ത് ക്ഷീണിച്ച് ഒരു ഭാഗത്ത് തളർന്ന് കിടക്കുകയാണ്. പക്ഷേ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ക്ഷീണമില്ല, അവിടത്തേക്ക് ഉറക്കില്ല. അവിടുന്ന് ടെൻറ്റ് കെട്ടി ദീർഘമായ സുജൂദിലിങ്ങനെ, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിങ്ങനെ ദുആ ചെയ്യാണ്. പടച്ച റബ്ബേ, ബദറിൽ നീ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തിയാൽ ഭൂമി ലോകത്ത് അല്ലാഹു അല്ലാഹ് എന്ന് വിളിക്കാനുള്ള ഒരാളും പിന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും വിജയവും നൽകണം എന്ന് തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഖബൂൽ നൽകി.